ഇമ്രാഖാനെ ആശുപത്രിയിൽ വെച്ച് തന്നെ അങ്ങ് തീർക്കാനുള്ള ഒരു പരിപാടിയാണോ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാഖാനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇമ്രാഖാന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് രാജ്യത്തെ പരമോന്നത കോടതി ഉത്തരവിട്ടു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വേണമെങ്കിൽ ജയിലിൽ തന്നെ ഇമ്രാഖാനെ വേണമെങ്കിൽ എല്ലാ തരത്തിലുമുള്ള മെഡിക്കൽ സജ്ജീകരണങ്ങൾ ഒരുക്കാം എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ജയിലിന്റെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിയത്. പുതിയ മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശം. ഇമ്രാഖാന്റെ ആരോഗ്യനിലയിൽ ആശങ്ക ഉന്നയിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫിന്റെയും കുടുംബത്തിന്റെയും ദീർഘകാലത്തെ ആവശ്യപ്രകാരമാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 2022 അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം നിരവധി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് 2023 ഓഗസ്റ്റ് മുതൽ ജയിലിലാണ് ഇമ്രാഖാൻ. 73-കാരനായ ഇമ്രാഖാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ കൂടിയാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിൽ മകൾക്ക് പലതവണ ആശങ്ക മക്കൾ പ്രകടിപ്പിച്ചിരുന്നു. ജയിലിൽ കഴിയുന്നതിനിടെ അദ്ദേഹത്തിന്റെ വലത് കണ്ണിന്റെ കാഴ്ചശക്തിക്ക് കാര്യമായ കുറവ് സംഭവിച്ചതായി അഭിഭാഷകർ പറയുകയുണ്ടായി. അതേസമയം കോടതി വിധി സ്വാഗതാർഹമാണെന്നാണ് PTI വക്താവ് സുൽഫിക്കർ ബുഖാരി പറയുന്നത്. വളരെ സ്വാഗതാർഹമായ ഉത്തരവാണ്. ഇത് നേരത്തെ സംഭവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെയും പൊതുവായ ആരോഗ്യത്തിന്റെയും അവസ്ഥ ഇത്രത്തോളം വഷളാകുമായിരുന്നില്ല എന്നാണ് PTI പറയുന്നത്. ഡോക്ടർമാർക്കെല്ലാം പൂർണ്ണ തൃപ്തിയാകുന്നതുവരെ ഇമ്രാഖാൻ ആശുപത്രിയിൽ തുടരണം എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. 48 മണിക്കൂറിനുള്ളിൽ ഇമ്രാഖാനെ ഷിഫ ഇന്റർനാഷണൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. സെപ്റ്റംബർ 16 വരെ അദ്ദേഹം അവിടെ തുടരും. ഇമ്രാഖാന്റെ ആരോഗ്യനില വിലയിരുത്തുന്നതിനായി ഒരു മെഡിക്കൽ ബോർഡും രൂപീകരിക്കും. അവർ കൃത്യമായി തന്നെ ഓരോ ദിവസവും അത് സുപ്രീം കോടതിയെ അപ്ഡേറ്റ് ചെയ്യണം. ഇമ്രാഖാന്റെ ആരോഗ്യനിലയുമായി സംബന്ധിച്ചുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിഗത ഡോക്ടറും സഹോദരി ഡോക്ടർ ആലിമ ഖാനും ഇതിൽ ഉൾപ്പെടും. നേരത്തെ ഇമ്രാഖാന്റെ ആരോഗ്യനില വഷളായെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ആരിഫ് അൽവി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു. മുൻ പ്രധാനമന്ത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ആശങ്കാജനകമാണെന്നും അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പിലെ വ്യതിയാനം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയിൽ ആശങ്ക ഉണ്ടെന്നും അൽവി പറഞ്ഞു. ഇമ്രാഖാന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിച്ചതായും അവ ആശങ്കാജനകമാണെന്ന് കണ്ടെത്തിയതായും അൽവി വ്യക്തമാക്കി. ഉറക്കമില്ലായ്മയെക്കുറിച്ച് റിപ്പോർട്ടിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് അത് സൂചിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് അൽവി പറയുന്നത്. 35 വർഷത്തിലേറെയായി തനിക്ക് ഇമ്രാഖാനെ അറിയാം. മാനസിക സമ്മർദ്ദം ഒരിക്കലും അദ്ദേഹത്തിന്റെ ബലഹീനതയായി കാണുന്നില്ല. അതിപ്പോൾ ഉയർന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നതും 3 വർഷത്തെ ജയിൽവാസവും പൂർണ്ണമായ ഒറ്റപ്പെടലും അദ്ദേഹത്തെ എങ്ങനെ ബാധിച്ചു എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ടതു മുതൽ ഔദ്യോഗിക സമ്മാനങ്ങൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടതും നിയമവിരുദ്ധമായ വിവാഹവും ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഇമ്രാഖാൻ നിയമ നടപടി നേരിടുന്നുണ്ട്. ചില കേസുകളിൽ ശിക്ഷാവിധികൾ മരവിപ്പിക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. അതേസമയം അപ്പീലുകൾ പരിഗണനയിലുണ്ട്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇമ്രാഖാൻ പറയുന്നത്. 2018 അധികാരത്തിലെത്തിയ PTIക്ക് പ്രധാന പ്രവിശ്യകളിൽ ഇപ്പോഴും വലിയ ജനപിന്തുണയുണ്ട്. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്ക് അനുവദിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നം റദ്ദാക്കപ്പെട്ടതോടെ സ്ഥാനാർത്ഥികൾക്ക് സ്വതന്ത്രരായി മത്സരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റു പ്രധാന കാര്യം.